ഒരുപാട് നടപടിക്രമം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം എത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ജീവനുണ്ടെന്ന് പറയാ? ഇങ്ങനെ മുറിക്കുമ്പോഴേ നമ്മുടെ ഈ ശരീരത്തിൽ എത്ര കവറിങ് ഉണ്ട്? അതായത് സ്കിന്നിന്, അത് കഴിഞ്ഞ് മാംസം. മാനസിക രോഗിയാണ് എന്തെന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അയാൾ മലദ്വാരത്തിൽ കൂടെ ബ്രഷ് കയറ്റിയതാണ്. അങ്ങനെയാണ് അയാളെ കുടൽ പൊട്ടിപ്പോടുന്നത്. അന്നൊക്കെ ആത്മഹത്യ കേസെടുക്കും. ഇപ്പോൾ എത്ര കേസൊന്നുമില്ല. ഇത് ഇവിടെ ഞങ്ങൾ കിടക്കുന്ന റൂമാണെങ്കിൽ ഇത് മോർച്ചറിയാണ്. 10, 20, 30 ബോഡി അവിടെ ഉണ്ടാവും. ഞാൻ 7159 പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വ്യക്തി. ഒരു പ്രേതോ അല്ലെങ്കിൽ ഒരു ഇതോ എനിക്കിത് ഈ സമയം വരെ ഞാൻ 8 കൊല്ലം റിട്ടയർ. അതിൻ്റെ മുമ്പേ തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയില്ല. സാധാരണയായിട്ട് ഈ അപകട മരണങ്ങൾ, ഈ വണ്ടി തട്ടിയതോ അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന മറ്റു തരത്തിലുള്ള മരണങ്ങളുണ്ട്. അപ്പോൾ ഈ മാനസിക രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ വയറ്റിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി, പ്രത്യേകിച്ച് ഈ കല്ലുവാരി തിന്നുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ശ്വാസം മുട്ടി മരിക്കും, അങ്ങനെ കേസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് മാനസിക രോഗ ആശുപത്രിയിൽ പല മരണങ്ങളും വന്നാൽ അവിടെയാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരിക. അപ്പോൾ അതിൽ എൻ്റെ ഓർമ്മയിലുള്ള 2 കേസ് എന്ന് വെച്ചാൽ, ഒന്ന് ഒരു മാനസിക രോഗി മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക. പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വയറ് തുറന്ന സമയത്ത് മലം ലൂസായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് ഈ മലം അവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ ബാക്കിയുള്ള അവയവങ്ങൾ എടുക്കണമെങ്കിൽ എന്താക്കണം, ഈ മലം എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ മലം ഒരു ചെറിയ പാത്രം കൊണ്ട് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഒഴിവാക്കുക, ടേബിളിലേക്ക് ഇങ്ങനെ ഒഴിവാക്കിയത് ഇതിലേക്ക് അങ്ങ് പോയിക്കോളും. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അപ്പം ഒഴിവാക്കി തീരാൻ നേരത്ത് എനിക്ക് മലദ്വാരത്തിൽ കൂടെ എന്തോ ഒരു സാധനം വന്നതായിട്ട് തോന്നി. അപ്പോൾ നോക്കുമ്പോൾ അത് ബ്രഷാണ്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ എന്തോ മാനസിക രോഗിയാണ് എന്തിനും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അയാൾ മലദ്വാരത്തിൽ കൂടെ ബ്രഷ് കയറ്റിയതാണ്. അങ്ങനെയാണ് അയാളെ കുടൽ പൊട്ടിപ്പോടുന്നത്. ഞാൻ എൻ്റെ ഭാഷ കുടൽ പൊട്ടിയാലാണ് ഈ മലം വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. അപ്പം മലദ്വാരത്തിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്കല്ല, വയറ്റിലുണ്ടേനി. ഇത് കുടലിൽ കൂടെ കുടൽ പൊട്ടിയിട്ടാണ് ഇവിടെ മല ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു അനുഭവമുണ്ട്. ആ ഒരു അനുഭവം ഞാനത് അപ്പം തന്നെ അത് സുജിത് സാറാണ് ചെയ്തത്. എൻ്റെ ഓർമ്മയുള്ള സുജിത് സാറാണ് ചെയ്തത്. അപ്പോൾ അത് സുജിത് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സുജിത് സാർ അതും കൂടി എടുത്ത് നോക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങൾ. അത് നമ്മൾ ഈ സംശയം കണ്ടപ്പോഴാണ് പിന്നെ കൂടുതൽ ഇതിലേക്ക് കടക്കാതെ അവിടെ അതാണല്ലോ കൂടുതൽ. ഇപ്പോൾ എന്താണോ നമ്മൾ അങ്ങനെ സംഭവം അങ്ങനെ നോക്കി ആ ഒരു ഭാഗം. പിന്നെ കൂടാതെ എൻ്റെ ഓർമ്മയിൽ ഒരു മാനസിക രോഗിയും കൂടി ചെയ്തതെന്ന് വെച്ചാൽ, ഇയാൾ കപ്പ തിന്നിട്ടുണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. കപ്പ തിന്നിട്ട് അയാൾ, എനിക്ക് തോന്നുന്നു അയാൾ വാരി മിണുങ്ങിയെന്തോ ആണ്. അപ്പം കപ്പ ശരിക്കും അത് നമ്മളെ ചങ്കിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ഭാഷയിൽ എന്താണെന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അയാൾ ഈ കപ്പ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു വലിയ നേന്ത്രപ്പഴം ശരിക്കും ഒന്നിച്ച് തിന്നാലും എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടായത്. അതെൻ്റെ ഓർമ്മയിൽ ഇടതടവില്ലാതെ വാരി തിന്നതിനെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ശ്വാസം മുട്ടി മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അത് കുറേ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, മീൻ പിടിക്കുമ്പം വിഴുങ്ങിപ്പോൾ, ഞാനില്ല സംഭവ സ്ഥലത്ത്, മീൻ വിഴുങ്ങി മരിച്ചു അതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊന്നുമില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അത് മീൻ വിഴുങ്ങിയത് മാനസിക രോഗിയല്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടത് പറഞ്ഞ മാനസിക രോഗികൾ 2 ഒന്ന് ഈ പറഞ്ഞ മലദ്വാരത്തിൽ കൂടെ ഇത് കയറ്റിയതും, 2 കപ്പ തിന്നിട്ട് ശ്വാസം മുട്ടി മരിച്ചതും. 2 മരണങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ നിലവിലുള്ളൊരു സംഭവങ്ങൾ. ഇങ്ങനെ മുറിക്കുമ്പോഴേ നമ്മുടെ ഈ ശരീരത്തിൽ എത്ര കവറിങ് ഉണ്ട്? അതായത് സ്കിന്ന്, അത് കഴിഞ്ഞ് മാംസം. ഇത് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചോദിക്കുക. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ സ്കിന്ന് മാത്രമല്ല മുറിക്കുക, സ്കിന്നിൻ്റെ കൂടെ ഇതും കൂടി വരണം, ഇറച്ചിയും കൂടി വരണം. ഫ്ലഷ് ഇറച്ചി കൂടി വന്നാലേ ഇത് നമുക്ക് വിചാരിച്ച പോലെ ഇത് കിട്ടുള്ളൂ. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ മുറിച്ച് എടുത്തിട്ട് ഇങ്ങനെ കൈയിട്ട് എടുക്കണം. എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ. എന്നിട്ട് ഈ ഇവിടെ വാരിയല് ഇവിടെ നമ്മൾ കുറച്ച് മുറിക്കും. എന്നിട്ട് ഈ ഇതും കൂടി ഇങ്ങോട്ട് എടുത്തെങ്കിലേ നമുക്ക് മറ്റുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇവിടെ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഈ നട്ടലിൻ്റെ ഭാഗം ലേശം പതുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ കിട്ടും. മറ്റേ ചിലത് അങ്ങനെ കിട്ടൂല, പ്രായം കൂടിയ ആൾക്കാർക്ക്. അങ്ങനെയുണ്ട്, ബോണിന് കട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ മാതിരി വേറെ ഇത് എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലൊരു ജോലി പലപ്പോഴും ആളുകൾ ചെയ്യാൻ മടിക്കുന്നൊരു ജോലിയാണ്. ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അത് ശരിക്കും സത്യത്തിൽ അത് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഈ അങ്ങോട്ട് എത്തിപ്പെടുന്ന സമയത്ത് ഞാൻ സാമ്പത്തികമായി ഒരുപാട് പരാധീനത അനുഭവിച്ച സമയം. അപ്പം ശമ്പളത്തിൻ്റെ പുറമെ ഒരു 75 ഉറുപ്പ്യ റെമ്യൂണറേഷൻ കിട്ടും. അപ്പോൾ എനിക്ക്
മാസം ഒരു വലിയൊരു സംഖ്യ, എത്ര കേസ് അറ്റൻഡ് ചെയ്യുന്നോ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 100 കേസെങ്കിലും മാസം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7,500 റുപ്യ എക്സ്ട്രാ സർക്കാർ വരുമാനം എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടാൻ കാരണം. അപ്പം അത് അങ്ങനെ എത്തിപ്പെടുമ്പോൾ അതിനേക്കാൾ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ. അതും ഞാൻ പ്രൊമോഷനായിരുന്ന ഒരാൾ റിവർഷനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. സ്വീപ്പറായ പോസ്റ്റിലേക്ക്. ആദ്യം പാർട്ട് ടൈം സ്വീപ്പറായിരുന്നു. അല്ല, പാർട്ട് ടൈം സ്വീപ്പറായി പ്രൊമോഷനായിട്ട് ഹെൽപ്പർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. പോസ്റ്റിൽ നിന്നാണ് ഞാൻ റിവർഷനായിട്ട് സ്വീപ്പർ പോസ്റ്റിലേക്ക് പോണത്. അങ്ങനെ അവിടെ എത്തിപ്പെട്ട് പിന്നീടാണ് ഞാൻ മോർച്ചറി അറ്റൻഡർ ആവുന്നത്. സാധാരണ ഈ സിനിമകളിലൊക്കെ ഈ മോർച്ചറി എന്ന് പറയുന്നത് ഒരു 2 പേർ മാത്രം, അല്ലെങ്കിൽ ഒരു മൃതശരീരങ്ങളും അതോടൊപ്പം ഒരാൾ മാത്രം അവശേഷിക്കുന്നൊരു ഇരുട്ടുമുറിയാണ്. ആ ഇരുട്ടുമുറിയിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഭയമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? അല്ല, ആദ്യമായി വരുമ്പോഴും എനിക്ക് ആ പേടിയോ അല്ലെ പ്രയാസമോ അങ്ങനെ തോന്നിയിട്ടില്ല. അത് തോന്നാൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ചെറുപ്പം മുതൽ ഒരു 13ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീട് റെയിൽവേൻ്റെ അടുത്താണ്. അപ്പം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ ട്രെയിൻ തട്ടി മരിച്ചാൽ ഞാൻ ആ 13ാമത്തെ വയസ്സിൽ കയ്യോറ ഉപയോഗിക്കാത്ത കാലത്ത് ഈ വെറും കയ്യാലാണ് ഞാൻ ഇതൊക്കെ പോലീസുകാർ വരുമ്പോൾ പോലീസുകാരെ സഹായിക്കാൻ നിൽക്കുന്നത്. അപ്പം ആ ഒരു അനുഭവമാണോ എന്നറിയില്ല, എനിക്ക് ബ്ലഡിനോടൊന്നും ഒരു അർപ്പോ അല്ലെങ്കിൽ ഇതൊന്നും തോന്നിയിട്ടില്ല. ഇത് ബ്ലഡ് കാണുമ്പോൾ പേടിയുള്ള കുറേ ആളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതാണെന്ന് എൻ്റെ അനുഭവം. ആ അനുഭവം കൊണ്ടായിരിക്കാം ഞാൻ അവിടെ എത്തിപ്പെടുമ്പോൾ എനിക്ക് പ്രയാസം തോന്നാഞ്ഞത്. പക്ഷെ ഞാൻ ഫസ്റ്റിൽ എല്ലാവരും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം വേണം ഈ ജോലിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ. എന്ന് വെച്ചാൽ അതൊന്ന് മേക്കപ്പായി വരണ്ടേ. എന്നെ സംബന്ധിച്ചോളം ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനത് ഓക്കെയാണ്. ചില ബോഡി കയറി മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലേശം ഇതാണ് പ്രയാസം പലർക്കും തോന്നുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം തോന്നി. ഞാൻ പിറ്റേ ദിവസം തന്നെ ഈ റെമ്യൂണറേഷൻ ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് അവകാശം, ഇത് റെമ്യൂണറേഷൻ അവകാശമുള്ളൂ. അപ്പം എല്ലാവരും 2 ആഴ്ച ഒരു മാസം പിടിക്കുന്നവർക്ക് ഞാൻ പിറ്റേ ദിവസം തന്നെ റെമ്യൂണറേഷൻ വാങ്ങാൻ തുടങ്ങിയ ഒരാളാണ്. വെച്ചാൽ ചെയ്ത ജോലി എന്താ പറയുക നീറ്റായി എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിനെ HOD പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അന്ന് മുതൽ ഈ അവിടെ എത്തിയ അന്ന് മുതൽ ഈ 8.5 വർഷം 9 വർഷത്തിനടുക്ക് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ജോലിയിൽ ഒരു എൻ്റെ കണക്കിൽ 7,159. അപ്പോൾ പലരിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതെന്താ കണക്ക്? അപ്പോൾ ഈ റെമ്യൂണറേഷനാണ് എനിക്ക് കണക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് എനിക്ക് സത്യത്തിൽ ഈ കാലഘട്ടം അത്രയും ഇപ്പോഴും ഏറ്റവും ഇഷ്ടം എൻ്റെ സർവീസിൽ 31 വർഷത്തെ സർവീസിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടൊരു ജോലിയാണത്. ഇഷ്ടപ്പെടാൻ കാരണം സത്യത്തിൽ എൻ്റെ പലർക്കും മരിച്ചു കഴിഞ്ഞാൽ അതിനോടുണ്ടാവുന്ന എനിക്ക് സത്യത്തിൽ എനിക്ക് സ്നേഹമാണെന്നാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വെച്ചാൽ അത് വേഗം എത്രയും നമ്മളെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ എത്ര വേഗം ആ ബോഡി കിട്ടുമെന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ എത്രയും വേഗം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ. അത് ഞാൻ 100% ചെയ്തിട്ടുള്ള വിശ്വാസം തന്നെയാണുള്ളത്. മനസ്സിലുണ്ടായത് എല്ലാവരോടും തുല്യ പരിഗണന. അത് എത്രയും വേഗം ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം എന്തുകൊണ്ടും ചോദിച്ചാൽ സത്യത്തിൽ ഒരു ബോഡിക്ക് ഒരു ഡോക്ടർ, ഒരു അറ്റൻഡർ, ഒരു ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ഒരു അറ്റൻഡർ, ഒരു ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഒരു മോർച്ചറി ടെക്നീഷ്യൻ, ഒരു അറ്റൻഡർ, ഇങ്ങനെയാണ് വരിക. അപ്പം ഞാൻ അറ്റൻഡറാണല്ലോ, അല്ലെങ്കിൽ സ്വീപ്പറായിരുന്നു ആദ്യം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ടേബിളിൽ ഒരു ബോഡി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് വേണം പറയാം. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം ലേറ്റാവും. ലേറ്റ് ആവുന്നതിന് പകരം എത്രയും സ്പീഡിലാക്കി കൊടുക്കും. അപ്പോൾ ഒരേ സമയത്ത് 1, 2, 3 ടേബിളിൽ നമ്മൾ ജോലി ചെയ്യുക, അത് വേഗം സ്പീഡാക്കി കാര്യങ്ങൾ ചെയ്യുക. അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത് എല്ലാ ബോഡീനോടത് പരിഗണന കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാനല്ല എന്നെ പറ്റിയിട്ട് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. സാധാരണ ഈ മോർച്ചറികളെന്ന് പറയുമ്പോൾ ഒരു മോർച്ചറി സൂക്ഷിപ്പുകാരനും കുറേ മൃതദേഹങ്ങളും മാത്രമുള്ള ഒരു ഏകാന്തമായിട്ടുള്ളൊരു മുറിയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ കണ്ടിട്ടുള്ള സിനിമകളിലും അല്ലെങ്കിൽ കഥകളിലും ഒക്കെ ഇത്തരത്തിൽ മോർച്ചറിക്കുള്ളിൽ ഒരാൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അദൃശ്യമായിട്ട് എന്തോ ശക്തി ഉണ്ടാകുന്നു, അവിടെ പ്രേതങ്ങളോട് സംസാരിക്കുന്ന മോർച്ചറി സൂക്ഷിപ്പുകാരൻ, അങ്ങനെയാണ് നമ്മൾ ഈ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം മോർച്ചറിക്കുള്ളിലോ പോസ്റ്റ്മോർട്ടം ടേബിളിലോ ഉണ്ടായിട്ടുണ്ടോ? അത് എനിക്ക് പ്രേതം എന്നൊരു സംഭവത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പ്രേതം അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 7,159 പോസ്റ്റ്മോർട്ടം ചെയ്തെന്നുള്ളൊരു വ്യക്തി, ഒരു പ്രേതമോ അല്ലെങ്കിൽ ഒരു ഇതോ എനിക്കിത് ഈ സമയം വരെ
ഞാൻ 8 കൊല്ലമായി റിട്ടയർ. അതിൻ്റെ മുമ്പേയും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടില്ല. പ്രേതം എന്നൊരു സാധനമുണ്ട്. അത് ആൾക്കാർ മനസ്സിൻ്റെ തോന്നലുകളാണ് എനിക്ക്. ആ തോന്നലുകളിൽ ഞാൻ വീണ്ടും ഇതുപോലെ പലതിനെപ്പറ്റി പഠിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പം പകൽ വെളിച്ചത്തിൽ കാണുന്ന അതേ സാധനങ്ങൾ ഇരുട്ടാകുമ്പോൾ നമ്മൾ പകൽ നടക്കുന്ന അതേ സ്ഥലത്ത് കൂടെ രാത്രി ഒരുപാട് ഒറ്റയ്ക്ക് നടക്കാൻ വെച്ചാൽ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് കൂടെ നടക്കാൻ നമ്മളെ മനസ്സിൻ്റെ ഇടയിൽ അത് ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടിനെയാണ് ഭയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പകൽ നടക്കുമ്പോൾ നമുക്ക് കാണാം, ഇരുട്ടത്ത് കാണില്ല. ഇപ്പോൾ ഇരുട്ടത്ത് കാണാത്ത ഒരു സംഭവം, ഇപ്പം ഞാൻ ചുരുക്കം പറയാം, ഞാനിതിന് മുമ്പേ അത് അങ്ങനെ തോന്നാൻ കാരണം ഞാനിതൊക്കെ ഓരോന്നും പഠിക്കുന്നതിനെ കൊണ്ട് വരാം. ഇതിന് മുമ്പ് ഞാൻ ആദ്യമായി ജോലി ചെയ്ത് ഞാൻ ജയിലിൽ വാർഡറായിട്ടാണ്. അവിടുന്ന് ഒറ്റയ്ക്ക് ഇതുപോലെ ഡ്യൂട്ടി എടുക്കണം. ഡ്യൂട്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒച്ച വെക്കും. ഞാനത് ആ ഭയത്തിൻ്റെ കാര്യം പറയാം. ഒച്ച വെക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയമാണ്, ഇതെന്താണ്, ഇരുട്ടത്തല്ലേ. അപ്പം ആ ഇരുട്ടിനെയാണ് നമ്മൾ ഭയന്നിരുന്നത്. അപ്പോൾ ആ ഭയമുള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നലുകളാണെന്ന് പറയുന്നത്. പ്രേതമുണ്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ഒന്നും കൂടി പറയുന്നത്, ഞാൻ കൊറോണ കാലത്ത് ഒരു മാസം വാച്ച്മാൻ്റെ ജോലി എടുത്തിന്. വാച്ച്മാൻ്റെ ജോലി എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇത് ഇവിടെ ഞങ്ങൾ കിടക്കുന്ന റൂമാണെങ്കിൽ ഇത് മോർച്ചറിയാണ്, 10, 20, 30 ബോഡി അവിടെ ഉണ്ടാവും. ആ ബോഡി എണീറ്റ് വന്ന് നമ്മളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം പ്രേതം ഉണ്ടെങ്കിൽ വരണ്ടേ. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ പ്രേതം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്ത ഒരാൾ. പ്രേതം പലരും പറയുന്നുണ്ട്, പ്രേതം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കൊരിക്കലും അതിനോട് യോജിപ്പ് ഇല്ലാത്ത ഒരാളാണ്. സാധാരണ ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ഒരു മരണം സ്ഥിരീകരിച്ച ഒരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കുന്നു. പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് ഈ രോഗി ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു എന്ന് കരുതുന്ന വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും? അത് എൻ്റെ അനുഭവത്തില്ല. അതിൽ ചെറിയ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഈ വെള്ളത്തിൽ വീണ ബോഡി അത് ശരിക്കും വയറ് വീർക്കും. അപ്പോൾ വയറ് വീർക്കും, അല്ലെങ്കിൽ എയർ കയറും. എയർ കയറിക്കഴിഞ്ഞാൽ ഈ വായിക്കൂടെ ഈ പൊക്കള പോലെയുള്ള ഇങ്ങനെ വരും. അപ്പോൾ നമ്മളെ ഭാഷയിൽ ഇങ്ങനെ ഇതാ വരിക, ശ്വാസം വിടുന്ന പോലെ കുമ്മള വരും. അപ്പം ഇത് ആൾക്കാരെ ധാരണ എനിക്ക് തോന്നുന്നതാണ്. ഞാൻ ഒരു ബോഡീൻ്റെ ഒരു കാര്യത്തിൽ ഒരാൾ അയ്യോ ജീവനുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നൊരു ഓർമ്മ എൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നലുകളാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ എനിക്ക് അതിനോട് യോജിപ്പില്ല പലതിനും. എന്തുകൊണ്ടത് യോജിപ്പില്ല എന്ന് പറയാൻ കാരണം, മരിച്ച പാടെ ഒരു മരിച്ചെന്ന് പറയുമ്പോൾ തന്നെ ബോഡി എവിടെ എത്തുന്നില്ല. പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഒരുപാട് നടപടിക്രമം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ജീവനുണ്ടെന്ന് പറയുക? അതുമല്ല, ഇപ്പോൾ കുറച്ച് മുമ്പേ തല പൊട്ടിക്കുമ്പോൾ ആളെ എണീറ്റ് എന്നൊക്കെ പറയുന്നിട്ട്, എൻ്റെ ഭാഷയിൽ ആദ്യം തലയല്ല പൊട്ടിക്കുന്നത്. തല പൊട്ടിക്കുമെന്ന് ചോദിച്ചാൽ തല ആദ്യം പൊട്ടിക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് മരണമാണെങ്കിൽ തലക്കാണ് പറ്റിച്ചാൽ ആദ്യം ചിലപ്പം വേണമെങ്കിൽ തലയൊന്നും ആദ്യം തുറന്നോ എന്ന് പറയാം. അല്ലാത്ത ഒരിക്കലും അതുമല്ല, പൊട്ടിക്കുമ്പോഴാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ മുമ്പ് നമ്മൾ എന്താക്കുന്നുണ്ട്, മുറിക്കുന്നില്ലേ. പിന്നെ അപ്പം ഞാൻ ഈ കഥ പറയുമ്പോൾ ഞാൻ വേറെ ഒന്നും ചോദിക്കും. ഞാൻ പലപ്പോഴും പലർക്കും ഉള്ളൊരു ചില വിശ്വാസക്കാരുണ്ട്, എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ആളെ മുറിക്കുമ്പോഴൊക്കെ വേദനിക്കും എന്ന് പറയുന്നൊരു ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വെച്ച് പലരോടും ഞാൻ പല ബോഡീനോടും ഞാൻ ചോദിച്ചു. ഇങ്ങനെ പലരും പറയുന്നൊരു വാക്കാണല്ലോ, എന്ത് ഓർക്ക് വേദനിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആരും കേൾക്കാതെ ഞാൻ സ്വയം ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഈ വേദനിക്കുന്ന അനക്ക് ഇനിയൊന്നും എന്താക്കിക്കൂടെ, തല്ലിയേ അല്ലെങ്കിൽ പറഞ്ഞൂടെ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിന് പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് അതിനോട് ആ പ്രേതമുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇത്ര കാലത്തിനിടെ 7000-ലധികം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശരിക്കും മൃതദേഹങ്ങളുടെ മേക്കപ്പ് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്ര കാലത്തിനിടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കൊലപാതകം തൻ്റെ മുന്നിൽ കണ്ട കാഴ്ച എന്തായിരിക്കും? എനിക്ക് ഞാൻ പറഞ്ഞ പല ഓർമ്മകളുണ്ടെങ്കിലും അത് പലപ്പോഴും ഞാൻ ഓർമ്മകൾ ഇങ്ങനെ ഭീകരമായത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് മാത്രമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത് എന്താ പറയുക, അപകടമരണോ അല്ലെങ്കിൽ തൂങ്ങി മരണോ ഒന്നുമല്ല. അത് മറ്റ് ചിലർ കയറി ഇതാക്കിയിട്ടാണ് ആ മരിക്കുന്നത്. അതാണ് എന്നെ ശരിക്കും ഞാൻ ഇത്രയും നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നതും പല സംഭവങ്ങളും വരാൻ കാരണം ആ ഒരു സംഭവം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മേക്കപ്പ് മാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. റിട്ടയർ ചെയ്തതിന് ശേഷം പോലീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ എവിടെയെങ്കിലും ഒരു ബോഡി കണ്ടെത്തിയാൽ അത് റിക്കവർ ചെയ്യാൻ വിളിക്കാറുണ്ടോ? അത് റിക്കവർ ചെയ്യാൻ അധികം ഇപ്പോഴും ഞാൻ പറയാം, ഇപ്പോൾ അടുത്ത് വിളിച്ചതൊക്കെ ഇതാണ്, ട്രെയിൻ തട്ടി മരിച്ചാൽ. അതെന്ന് വെച്ചാൽ ഞാൻ അധികം നടക്കാവില്ല. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ആൾക്കാരറിയും, എന്നെ വിളിക്കും. അപ്പോൾ ഞാനവിടെ കേട്ടാൽ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നടപടിക്കുമ്പോൾ ഞാൻ ആദ്യം പോലീസിനെ അറിയിക്കും. പോലീസ് വരുന്നവരെ എന്നോട് ഉണ്ടാവും. പോലീസ് വന്നാൽ അവരെ സഹായിക്കുക. അതിപ്പോഴും ഞാൻ അടുത്ത സമയം കൂടി 2-3 എണ്ണം ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ പോലീസിനും പിന്നെ പല പോലീസുകാർക്കും ഞാൻ അറിയാം.
എന്താ വെച്ചാൽ ഞാൻ ഒരായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ അതിനെക്കൊണ്ട് മൂപ്പരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനത് എനിക്കത് ഇഷ്ടമുള്ള മേഖലയാണ്. എന്നുവെച്ചാൽ അത് ആരും പൊതുവേ ഈ ഒരു കാര്യം മേഖലകൾ പലർക്കും മടി മാത്രമല്ല, മടിയേക്കാൾ കൂടുതൽ പലർക്കും ഇടപെട്ട പ്രശ്നമാവുമോ, പലർക്കും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒന്നിനും റിസ്ക് എടുക്കാൻ വയ്യ. പക്ഷെ എൻ്റെ സമയത്ത് റിസ്ക് എടുക്കുന്നതിന് ഒരിക്കലും എനിക്കൊരു മടിയായിട്ടോ പ്രയാസമായിട്ടോ തോന്നുന്നു. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ചിലത് മുഴുവൻ നമ്മളെ കൈകൊണ്ടൊരു രക്ഷപ്പെടൽ നടത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നായിരിക്കും. അതിൽ ഞാൻ പലതും രക്ഷപ്പെട്ട സംഭവമുണ്ട്. എൻ്റെ സ്നേഹിതൻ ട്രെയിൻ തട്ടിയതല്ല, വെച്ചതാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ പീടികയിലിരിക്കുക, അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പണിയില്ലാത്ത സമയത്ത് പീടികയിലിരിക്കുമ്പോഴാണ് ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ തന്നെ ഞാൻ അയാളെ എടുത്തുകൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് അന്നത്തെ എൻ്റെ ഓർമ്മയിൽ 20 ഉറുപ്പിയാണ് ഞാൻ ഓട്ടോറിക്ഷ കൊടുത്തത്. ശരിക്കും സത്യത്തിൽ അത് എന്ന് വെച്ചാൽ ഞാനത് വെറും ലുങ്കിയിലാണ് അടിക്കുന്നത്, കുളിച്ച് വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണിത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഷർട്ട് പോലും ഇട്ടാതെ ഞാൻ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോഴാണ് ഞാൻ ഷർട്ട് ഇട്ടില്ല എന്നുള്ള എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എന്നുവെച്ചാൽ കാറ്റ് തട്ടിയപ്പോഴാണ് ഷർട്ട് ഇട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഒക്കെ ചെയ്ത്, അപ്പോൾ അയാളെ തലേൻ്റെ ഇവിടെ പൊട്ടിയിട്ടാണ് ആൾ. അപ്പം അയാൾക്ക് ജീവനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇന്നും ഇപ്പോൾ എനിക്കത് വളരെ മനസ്സിലിങ്ങനെ ഓർമ്മ. അത് ഡോക്ടർ നോക്കിയ രംഗങ്ങളെ പിറ്റേ ദിവസം അയാൾ മരിക്കുന്നത്. പിറ്റേ ദിവസം മരിക്കുമ്പോൾ സാധാരണഗതി നടപടിക്രമമുണ്ടല്ലോ, ഇൻക്വസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നടപടിക്രമം ആ പോലീസിൻ്റെയൊക്കെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പോലീസുകാരെ ഈ മരിച്ച ആളെ ഏട്ടനോട് ചോദിക്കുക, ഇത് ട്രെയിൻ തട്ടിയല്ലല്ലോ വെച്ചതാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ട്രെയിനിൻ്റെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എഞ്ചിൻ ഡ്രൈവർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരോട് ചോദിക്കുന്നത്, ഏട്ടനോട് ചോദിക്കുന്നത്. അപ്പോൾ ഏട്ടനോട് തന്നെ ഉൾപ്പെടെ എങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് സാറിൻ്റെ അടുത്ത് ചോദിപ്പോൾ സാർ എങ്ങനെയാണ്, അന്നൊക്കെ ആത്മഹത്യ കേസെടുക്കും, ഇന്നിപ്പോൾ അത്ര കേസൊന്നുമില്ല. അപ്പോൾ ആ കേസ് എടുക്കുന്നതിന് അടിസ്ഥാനത്തിൽ ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായത് തട്ടിപ്പോയാന്ന് പറഞ്ഞത്. അപ്പോൾ പോലീസുകാരന് സത്യാവസ്ഥ തട്ടിയതല്ല, ഇയാൾ വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ പോലീസ് പിന്നെ അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. ആ ഒരു ഓർമ്മ അത് വളരെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതൊക്കെ ട്രെയിൻ തട്ടി മരിച്ചൊക്കെ പോലീസ് വന്നാലേ തൊടാൻ പാടുള്ളൂ, നമുക്ക് തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് ഉറപ്പുള്ള കേസുകളൊക്കെ ഇനിയിപ്പോൾ എല്ലാ ചിലത് റിസ്ക് എടുക്കുന്നത് എന്തിനാന്ന് ചിലർ ചോദിക്കുമ്പോഴും എനിക്കതിലും റിസ്ക് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ്, എൻ്റെ തൊട്ട വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചിലപ്പം ഒരു അരമണിക്കൂർ മുമ്പേ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടുത്തുക എന്നുള്ള മനസ്സിലുള്ളതിനെ കൊണ്ടാണ് അത് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അങ്ങനെ എത്രയോ കേസുകൾ ഞാൻ പലതും അങ്ങനെ റിസ്ക് എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലും ഇതുവരെ എനിക്കതിനെ കൊണ്ടൊരു പ്രയാസം ഈ സമയം വരെ അനുഭവിച്ചില്ല. അത് നിങ്ങളെന്തിനത് ചെയ്തതെന്ന് ചോദിക്കാൻ ഉണ്ടായില്ല. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു നിമിത്താവുക എന്നൊക്കെ പറയുന്ന മാതിരി വല്ല നിമിത്തമാവുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സഹായം മനസ്സിലുള്ളൊരു എന്നുള്ളവർക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ വളരെ നല്ല ഒരു മനസ്സിലുള്ള ഒരാളാണ് ഞാൻ.